ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. സ്പെഷ്യൽ വീഡിയോ എന്നും പറയാം. എന്നാൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അതായത് എൻ്റെ ടോയ്സ് കളക്ഷനാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, പിന്നെ ബർത്ത്ഡേക്ക്, വാലൻറ്റൈൻസ് ഡേക്ക്, ലവ് ആനിവേഴ്സറിക്കൊക്കെ വാങ്ങിച്ചിരുന്ന കുറേ ടോയ്സും ഉണ്ട്. ടോയ്സ് അല്ല, ഗിഫ്റ്റുകളും ഉണ്ട്. പിന്നെ ഉണ്ണിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്, പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങിച്ച അങ്ങനെ കുറേ ഗിഫ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഒരു സർപ്രൈസിങ് വീഡിയോ ആവട്ടെ. ഇതുവരെ ആരും കണ്ടിട്ടില്ല ഈ ടോയ്സൊക്കെ. ഞാനിത് നമ്മുടെ ബെഡ് കട്ടിലിൻ്റെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവില്ലേ, സ്റ്റോറേജ് പോലെ പൊന്നിച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ എടുത്ത് വെച്ചേക്കട്ടെ. പുറത്തെടുക്കാത്തതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയെടുത്തത് ഫുള്ള് ചെളിയാക്കും. അവൻ എന്തോ എടുത്ത് കളിക്കുമ്പോൾ അത് ഫുള്ള് ചെളിയാവും. പിന്നെ അതിൻ്റെ ഭംഗി ഭൂമിനെ നശിപ്പിക്കും. അതായത് പുറത്ത് വെക്കാറില്ല. പിന്നെ എൻ്റെ 2 അനിയത്തികളുണ്ട്. അവരെന്നും നോക്കിക്കൊണ്ടിരിക്കണം. അവർക്ക് വേറെ വാങ്ങിച്ചു കൊടുത്താൽ ഇത് വേണമെന്ന് പറയും. അവരും നശിപ്പിക്കും. അത് ഞാൻ ആരും കാണാതെ അങ്ങനെ എടുത്ത് വെച്ചേക്കട്ടോ. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒതുക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ചു. എന്തായാലും ഒരു ലോങ് വീഡിയോക്കുള്ള ഉണ്ട്. അപ്പോൾ എന്തായാലും ഇടാൻ വിചാരിച്ചു. ഷോർട്ടായിട്ട് എന്നാണ് വിചാരിച്ചത്. ഇത് നോക്കുമ്പോൾ നിറയെ ടോയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലോ. അപ്പോൾ ഞാനത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ചു. ഓരോ ടോയിനൊക്കെ ഓരോ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഏട്ടൻ മലയ്ക്ക് പോകുമ്പോൾ, ഞങ്ങൾ ശബരിമലയ്ക്ക് വർഷം പോകുമ്പോൾ ഏട്ടൻ എനിക്ക് വാങ്ങിച്ചിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും. ഞാൻ പിന്നെ എനിക്ക് ടെഡി ബിയർ ഇഷ്ടം പറഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുന്ന കേട്ടോ. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ്. നല്ല ടെഡി ബിയർ ആയിട്ട് കണ്ടോ. ഇതിൻ്റെ കൂടെ അത് വേറെ ഉണ്ട് കണ്ടോ. ഇങ്ങനത്തെ വലുത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങനത്തെ വാങ്ങിച്ചെന്നെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ 2 എണ്ണം കണ്ടോ. 4 എണ്ണം ഉണ്ട്. ഞാൻ വന്നിട്ട് 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഈ 2 എണ്ണം അതാ. ഇത് രണ്ടും ഒരേ സെയിം കളറാണ്. ലവ് എന്നൊക്കെ ഇത് കണ്ടോ, തൊപ്പിയൊക്കെ ഉള്ള. ഇത് ഇക്കൊല്ലം, ഇത് 2 വർഷമായിട്ട്, 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. ഇനി ഒക്കെ അങ്ങനെ ഇടാം കേട്ടോ. കുറച്ചൊക്കെ ഇന്ന് അപ്പുറത്തേക്ക് ഇടാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പുറത്തുനിന്നുള്ള ഒരു ട്രിപ്പ് പോലെ പോയത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കായിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിക്ക് പോയി. ഫാമിലി ട്രിപ്പായിരുന്നു. അപ്പോൾ ഏട്ടൻ കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ചെന്താ കേട്ടോ. ഏട്ടൻ എല്ലാ അച്ഛനും അമ്മ എല്ലാവരും കൂടി വാങ്ങിച്ചെന്താ കേട്ടോ. നല്ല ക്യൂട്ടില്ല, എനിക്ക് ഇഷ്ടമാണ്. ഇതേപോലത്തെ ഞാൻ ഉണ്ണികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവർ നശിപ്പിച്ചു. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. പിന്നെ ഈ റാബിറ്റ്, ഇതിപ്പോൾ എപ്പോഴാണ് വാങ്ങിച്ചത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് പട്ടിട്ടുന്ന വിലയ്ക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചാണ്. പിന്നെ അത് വലുതൊക്കെ കാണിച്ചില്ല. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിങ്ങനെ ഇഷ്ടമുള്ളതാണ്. ഇത് ശരിക്കും എനിക്ക് റൂമിലൊക്കെ കൊണ്ടുവയ്ക്കണം, അല്ലെങ്കിൽ പുറത്ത് ഹോളിലൊക്കെ വെക്കണമെന്നുണ്ട്. പക്ഷേ നശിപ്പിച്ചാൽ വെച്ചിട്ടാട്ടോ ഇവിടെ വെച്ചേക്കണം. അവൻ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കൊണ്ടുവച്ചാൽ നശിപ്പിക്കലായിരിക്കും. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ. ഇതെനിക്ക് മലയ്ക്ക് മുമ്പ് ഏട്ടൻ വാങ്ങിച്ചത്. അതേപോലെ ഇതും. ഈ 4 എണ്ണം കേട്ടോ. അപ്പോൾ ഈ 4 എണ്ണം കേട്ടോ. ഒന്ന് ഇതാ ഒരെണ്ണം കൂടി ഉണ്ട്. ഈ 4 കേട്ടോ എനിക്ക് വാങ്ങിച്ചതിൽ ഏറ്റവും നല്ല കുട്ടികൾ പറയുന്നത് കണ്ടോ, എന്ത് രസമാണ്. ഈ 4 കേട്ടോ. ഈ 4 എൻ്റെ ഫേവറേറ്റ് ആണ്. എല്ലാം കാണിച്ചു തരാം. ഇത് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആവുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് അതേ ആ വലുതിൻ്റെ സെയിം കളറായിട്ട്. ഈ സ്കൈ ബ്ലൂ കളർ ടെഡി ബിയേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ വേലയ്ക്ക് പൂരത്തിനും കണ്ടു പോയപ്പോൾ ഏട്ടൻ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ ആനിവേഴ്സറി. കല്യാണം കഴിഞ്ഞത് മറ്റേ 2022 ഏപ്രിൽ 4-നാണ്. ഇത് ഏട്ടൻ 2023 വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 എനിക്ക് വാങ്ങിച്ചു തന്നിട്ട്. ഇതിന് എന്ത് സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഫെബ്രുവരി 7-നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ട്. കണ്ടോ, അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഹാർട്ടൊക്കെ ഉണ്ട് കണ്ടോ. ഹാർട്ടൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പാവക്കുട്ടി കേട്ടോ. പിന്നെ ഇത് ഉണ്ണിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഇത് ആരെ കൊടുത്തെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് ചെക്കന് 1ാം ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ടെഡി ബിയറാ. ഇത് ഡോറ ബുജി ആട്ടോ. ഡോറ കണ്ടോ, ഡോറയും ബുജിയില്ല, ഡോറയും. പിന്നെ ബാഗിൽ ബാക്ക് പാക്കൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഉണ്ണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ ട്യൂഷൻ കുട്ടി, ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച ഉണ്ണികളുണ്ട്, അവർ കൊണ്ടുവന്ന കേട്ടോ. കണ്ടോ, അവർ കൊണ്ടുവന്ന നല്ല ക്യൂട്ടാ. ഇത് അവന് പേടിയാണ്. ഇത് അവന് കൊടുക്കുമ്പോൾ പേടിയാ. പിന്നെ അവൻ ചെളിയാക്കും. കാരണം ഇപ്പം പേടിയുണ്ടോന്ന് അറിയില്ല. ചെറുപ്പത്തിൽ 1 വയസ്സൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ നല്ല പേടിയായിരുന്നു. പിന്നെ ഞാൻ കൊടുക്കാറില്ല.
ഇനിയിപ്പോൾ മെയിനായിട്ട് അവൻ്റെ ടോയ്സ് കാണിച്ചു കേട്ടോ. ഇത് ഞാൻ മറ്റേ മീഷോന്ന് വാങ്ങിച്ചു കേട്ടോ. ഇതിലിങ്ങനെ ബോൾ ഇട്ടിട്ട് ഇങ്ങനെ 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 കറങ്ങി വരില്ലേ, കുട്ടിക്ക് ബ്രെയിൻ വളർച്ചയ്ക്ക് നല്ലതായിട്ട് വാങ്ങിച്ചു കൊടുത്താണ്. ആൾക്ക് നന്നായിട്ട് അറിയാം കളിക്കാൻ. ഇതിനൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന് എടുത്ത് വെച്ചു. ആൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോളൊക്കെ ആൾ ക്രിക്കറ്റ് കളിക്കെടുത്തു. ഇത് പിന്നെ നശിപ്പിച്ചേ കണ്ടത്, ഇങ്ങനെ ഊരാൻ പറ്റും. ഇങ്ങനെ നശിപ്പിച്ചിട്ട് അവിടെ ഇവിടെ ഇടുമ്പോൾ ഞാൻ ഇതിങ്ങനെ മിസ്സാവണ്ട വെച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് എടുത്ത് വെച്ചു. പിന്നെ ഇത് ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ കയറി ഇരുന്ന് ഓടിക്കാനാണ് നോക്കണം. അപ്പൊ നശിപ്പിക്കേണ്ട വെച്ചാൽ ഞാൻ അവിടെ ഒക്കെ കൊടുത്തു. പിന്നെ എന്താ ഒരു ചെണ്ടയുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ പോലെ ഞാനായിരുന്നു കൂടി തൃശ്ശൂർ പൂരത്തിന് പോയി. ഒന്ന് ചെറുതായിരുന്നു. അപ്പൊ അവനെ കൊണ്ടുപോകാൻ ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോയി. അപ്പോൾ വാങ്ങിച്ചിട്ട് ഈ ചെണ്ട ഞാൻ കുത്തി നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇത് എൻ്റെ ഏട്ടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കെല്ലാം ഉണ്ണിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷെ എൻ്റെ ഇത് ഞാൻ ഇവിടെ വെച്ചേക്കാം കേട്ടോ. വേറെ അവനെ കൊടുത്ത് നശിപ്പിക്കുള്ളൂ വെച്ചിട്ട് വെച്ചാ കാല് മാറ്റിയ. പിന്നെ ഇതാ ലോറി ഇത് ഏട്ട മലയ്ക്ക് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ലോറി ഉണ്ട്. പിന്നെന്താ ഇതൊരു എയറോപ്ലെയിൻ കണ്ടോ, കുഞ്ഞിയുടെ ഭക്ഷണം കഴിക്കി വെക്കാണ്ടോ, റെഡ് കളർ എയറോപ്ലെയിൻ. ഇതിന്റെ വലുതും ഉണ്ട് കേട്ടോ. JCB ഇത് ഞങ്ങൾ പുറത്ത് പോയപ്പോ ഏട്ട വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കണ്ടോ. JCB ഇത് ഞാൻ കവർ പൊടിയാവേണ്ട വെച്ചിട്ട് ഇവനിപ്പോ ഇങ്ങനത്തെ വലിയൊരു ജീപ്പ് ഉണ്ട്. അപ്പൊ അതാണ് ഇഷ്ടം. അത്ര താല്പര്യമില്ല. പിന്നെ അവന് ബോട്ട്, വേറൊരു വണ്ടി, അതിന് ബോട്ട് എന്നാണ് ഞാൻ പറയാം. അങ്ങനത്തെ വണ്ടി. പിന്നെ സാധാരണ സൈക്കിളൊക്കെ ഇല്ല, അത് ചവിട്ടിട്ട് പുറത്ത് കൂടെ നടക്കാൻ. ഇങ്ങനത്തെ വണ്ടി അവന് അറിയില്ല. ഇത് കൊടുത്താൽ അതിന്റെ മുകളിൽ കയറിയിരിക്കുക. കാരണം ഞാൻ ഇത് കൊടുക്കാറില്ല. പിന്നെ ഈ റിങ് ഇത് ഞങ്ങള് പുറത്ത് പോയി വാങ്ങിച്ചേട്ടോ. ഇതൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ലതെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച. പക്ഷെ ഇത് എപ്പോഴും ഇത് എടുക്കും. എന്നിട്ട് ഇതിന്റെ റിങ്ങൊക്കെ ഓരോ സ്ഥലത്ത് കളയും. അങ്ങനെ കളിച്ച് ഓരോ റിങ് മിസ്സാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതെടുത്ത് കൊടുന്ന് മുകളിൽ വെച്ചത്. പിന്നെ ഇതിന്റെ സാധനം വെച്ചിട്ട് എല്ലാവരും അടിക്കണമുണ്ട്. അപ്പൊ ഞാനത് മുകളിൽ കൊടുന്ന് വെച്ചത്. എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ അങ്ങനെ കൊടുന്ന് വെച്ചു. നല്ല അതിന്റെ വലുതൊക്കെ ഉണ്ട് തോന്നുന്നത്. ഇത് കുഞ്ഞിതാട്ടോ, അത്ര കുഞ്ഞിതുമല്ല, അത്യാവശ്യം ഇത്. പിന്നെ ബോള് അവശേഷിക്കുന്ന ലാസ്റ്റത്തെ ബോളാന്ന് പറയാട്ടോ ഇത്. കാരണം കുറേ ബോൾ ഉണ്ടായിരുന്നു. ഒരു 10-15 ബോൾ ഉണ്ടായിരുന്നു. ആൾക്ക് ഈ ബാറ്റും ബോളും കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് പുറത്ത് കൊണ്ടിട്ട് എവിടേക്കോ ഇട്ടു. ലാസ്റ്റ് ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുന്ന വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് കിട്ടിയത് ഇത് മാത്രം കേട്ടോ. അവൻ ചോദിക്കുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കും. അങ്ങനെ ചോദിച്ചു അവന് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ലാസ്റ്റ് ഞാൻ ഇത് മാത്രം, ബാക്കിയൊക്കെ പോയി. പിന്നെ ഇതാ JCB. ഈ JCB എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട്. അതായത് ഇത് ഗിഫ്റ്റ് തന്നാണ്. ഗിഫ്റ്റ് തന്ന ആളിപ്പം ഇല്ല, ആള് മരിച്ചു പോയിട്ടോ. അപ്പൊ അത് എനിക്ക് എന്തോ ഇത് കാണുമ്പോൾ ആളെ ഓർമ്മ വരും. ആള് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നാട്ടോ. അത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, ചേച്ചി പോലെ ആയിരുന്നു കേട്ടോ. ആളിപ്പം ഇല്ല. ഇത് ഭയങ്കര എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ വർക്ക് ചെയ്യാൻ പോയിട്ട് ഫസ്റ്റ് സാലറിക്ക് ഞാൻ എൻ്റെ ഉണ്ണിക്ക് വാങ്ങിച്ചു കൊടുത്താട്ടോ. അവൻ ആ ടൈമിൽ ഒരു 1.5 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവനിത് കണ്ട ഭയങ്കര രസമുണ്ടാവും വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ്. ഇത് ആള് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ, നല്ല ക്യൂട്ട് ഫോട്ടോയാ. ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുത്താട്ടോ. ചാർജ് കുത്തി വെച്ച് വർക്ക് ചെയ്യും. പിന്നെ ആളെടുത്ത് തല്ലാനൊക്കെ തുടങ്ങി. അപ്പൊ പിന്നെ ഞാനിത് എടുത്ത് കൊടുന്ന് വെച്ചു. നശിപ്പിക്കേണ്ട, വലുതായി മനസ്സിലാവല്ലോ. പിന്നെ ഇതൊക്കെ നമ്മൾ പൂരത്തിനൊക്കെ വാങ്ങുന്നത് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ എയർ കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക ചെയ്യുക. കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇത് കണ്ട സ്പൈഡർമാനും പിന്നെ ഇതൊക്കെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവല്ലോ. അപ്പൊ അത് എയർ കളഞ്ഞ് വെച്ച് കുറെ കാലം നിൽക്കും ചെയ്യും. അതിന് വലുതായി കാണാനുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ ഇഷ്ടമല്ല. അതാണ് മെയിൻ കാരണം. പിന്നെ ഇത് താറാവ്. ഇതൊക്കെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. അങ്ങനെ സൗണ്ട് ഉണ്ടാവും. കാണാനില്ലല്ലേ, ഞാൻ ഉരുണ്ട് പോകും. ഇത് താറാവ് ഇങ്ങനെ ക്യൂട്ടാണ്. ഇതൊന്നും ഇങ്ങനെ ചെക്കന്മാർക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഇതൊക്കെ ഇഷ്ടമല്ല. ചെക്കന്മാർക്ക് ഇഷ്ടമല്ല. ഇതിനൊരു ടയറുണ്ട് കേട്ടോ. ചിരിച്ച മുഖം. ചില ചിറകൊക്കെ ഉണ്ട് കേട്ടോ. ചിറകൊക്കെ ഉള്ള 2 പാവക്കുട്ടികളെ കാണുന്നുണ്ട്. കണ്ണ് കാണാനില്ലല്ലേ, കണ്ണ് കണ്ടോ. ഇതായിട്ട് എനിക്ക് കഴിഞ്ഞ പോലെ 2024 വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ടും ഒരേപോലെ ഉണ്ട്. ഇതെനിക്ക് രണ്ടാം കേട്ടോ. പിന്നെ ചെക്കൻ്റെ വണ്ടികളാട്ടോ, പോവാറുണ്ട്. ഇതൊക്കെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിന് ടയർ കണ്ടോ പോയേക്കണം. അതൊക്കെ ഞാൻ ആൾക്ക് കളിക്കെടുത്ത് കൊടുത്തിട്ട് പിന്നെ ആൾ നശിപ്പിച്ചു കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് മരിയ ഗിഫ്റ്റ് തന്നെ കേട്ടോ. മറ്റേ ഇത് ലൈറ്റൊക്കെ കത്തി, ബാറ്ററി കത്തിയിട്ട് ഇതിങ്ങനെ പോണത് കണ്ടോ. ഇത് രാത്രി നല്ല രസമായി. ഇതിങ്ങനെ കറങ്ങിയൊക്കെ പോകും. ഇതിൻ്റെ മുകളിലും ആൾ കയറിയിരുന്ന് ഓടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ മോളിൽ കൊണ്ടുവന്ന് വെച്ചത്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്
വലിയ ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു എയറോപ്ലെയിൻ, ഇതും ഇങ്ങനെ സ്പീഡിൽ പോലെ ലൈറ്റൊക്കെ എത്തണം കേട്ടോ. അത് ഇനിയിപ്പോൾ ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല. ഇത് രാത്രി കാണിച്ചാലാണ് ഇതും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് ലൈറ്റ് കത്തിയിട്ട് ഇവിടെ ഫാൻ ഉണ്ട്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി കണ്ടോ, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കറങ്ങിയിട്ട് ലൈറ്റ് കത്തിയിട്ട് ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ പോകും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങോട്ടോ, ഇവിടെ ലൈറ്റ് കത്തും. ഇത് രാത്രി കാണാൻ നല്ല വേണ്ടത്. എൻ്റെ ഫ്രണ്ട് സോറി എനിക്കല്ല ബർത്ത്ഡേക്ക് ഉണ്ണിക്ക് ഗിഫ്റ്റ് തന്നിട്ട്. ഇത് നല്ല കേട്ടോ, ഏട്ടൻ്റെ ഫേവറേറ്റ്, അവൻ്റെ ഫേവറേറ്റ് ആണ്. അത് നശിപ്പിക്കുന്നുള്ള കാരണം മാത്രം ഞാൻ പറഞ്ഞു വെച്ചിട്ട്. പിന്നെ ഒരു ഡോക്ടർ സെറ്റിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് എപ്പോഴും കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കണ്ടു, ഇതൊക്കെ ഇങ്ങനെ പറിച്ച്, ഇതിപ്പോൾ ഞാൻ പശയും കൊണ്ട് ഒട്ടിച്ച് വെച്ചൊക്കെ ഇത് പോണ്ടല്ലോ വെച്ചിട്ട് ആളിതൊക്കെ പറിച്ച് കളയുക. പിന്നെ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കണ്ണിലൊക്കെ മൂക്കിലൊക്കെ ഇടുക. അപ്പം അതുകൊണ്ട് ഇത് എന്താ കൊടുക്കാതെ എടുത്ത് വെച്ചേക്കുക. ഇക്കൊല്ലം ഞങ്ങൾ ആറാട്ടം വെച്ച് എനിക്ക് ഇതിട്ടിട്ട് വരെ കാണാൻ ഒരു സ്പെഷ്യൽ ഫീൽ, എനിക്കിഷ്ടമാണ്. പിന്നെ ടീസ്പൂണൊക്കെ കേട്ടോ. ഇത് ഞാൻ എന്താ മീഷോന്ന് വാങ്ങിച്ച അങ്ങനത്തെ ഒരു ഗ്രീനും ഉണ്ട്. അപ്പം ഇത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മതിയില്ല ഇപ്പം ഉപയോഗിക്കുക. അപ്പം ഞാൻ ഇത് കൂടെ മുകളിലെടുത്ത് വെച്ചു. പിന്നെ ഇത് മറ്റേ വണ്ടി കേട്ടോ, ഇതിൻ്റെ സ്റ്റിക്ക് അവൻ അടിക്കാൻ ഉപയോഗിച്ചിട്ട് പൊട്ടി. എല്ലാവരെയും തല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. മെയിനായിട്ട് ഇത് ഓടിക്കാനല്ലാതെ അത് ചിലരെ തല്ലും. അപ്പം അതുകൊണ്ട് എന്താ വടി താഴെയാണ്, മുകളിൽ ഇത് മാത്രമേ ഉള്ളൂ. അല്ല ഇങ്ങനത്തെ വേറെ എണ്ണം കൂടി ഉണ്ട് കേട്ടോ, അതും താഴെ കളിക്കുന്നത് കണ്ടോ. പിന്നെ ഒരു ബൊമ്മക്കുട്ടിയുണ്ട്. ഇതും എനിക്ക് ഏട്ടൻ തന്നിട്ടത്. ടെഡിബറൊക്കെ ഏട്ടൻ തന്നെ 2 എണ്ണം ഗിഫ്റ്റ് ചെയ്തത്, ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ഒരു ചെണ്ട കൊട്ടാണ്. ഇതൊരു കിളിക്കുണ്ട്. ഇതിന്റെ വോയിസ് കുറച്ച് കുറഞ്ഞുണ്ടാവും കേട്ടോ. അത് എന്താ വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു വേണ്ട. പിന്നെ ഇതാ ഒരു ജീപ്പ് കണ്ടോ, ജീപ്പ്. ഇതിന്റെ പച്ച കേട്ടോ, ഇതിന് കറക്റ്റ് ഇതിന്റെ വലുത് പറഞ്ഞിട്ടുണ്ട്. അതിലാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ പാട്ടൊക്കെ കേൾക്കുന്നത്. ഇത് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തട്ടെ, എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത കേട്ടോ. പിന്നെ ട്രെയിൻ, ഇത് ഓടണ ട്രെയിനാ, പാട്ട് കേട്ടോ ഓടണ ട്രെയിനാട്ടോ. ഇതും അവൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് കളിക്കും, പക്ഷെ ഇതിന് പീസസ് ഇങ്ങനെ മിസ്സായാലും വെച്ചിട്ട് ഞാൻ അങ്ങനെ കളിക്കാൻ കൊടുക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ കാണുന്ന കേട്ടോ, നശിപ്പിക്കുള്ളൂ മെയിനായിട്ട്, അതാണ് ഒന്നും കൊടുക്കാത്തത്. പിന്നെ ഒരു കൊറോണ പോലത്തെ സാധനം ഉണ്ടോ, കൊറോണ പോലത്തെ ലൈറ്റ് അടിക്ക് മിസ്സായി പോയിട്ടോ. പിന്നെ അതൊരു കാർ, ഇത് റിമോട്ട് കാറാണ്. റിമോട്ട് നാശാക്കി. ഇത് അവന് പേടിയായിരുന്നു, തന്നെ വരുന്ന പേടിയായിരുന്നു. പിന്നെ അത് ഇഷ്ടമായി തുടങ്ങിയതിന് റിമോട്ട് നാശമായിട്ടോ. റിമോട്ട് എവിടെ അവന് നാശമായിട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ടോയ്സ് കളക്ഷൻ. എനിക്ക് അതിന് ടോയ്സ് കളക്ഷൻ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ എടുത്തു വെച്ചേക്കായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എനിക്ക് എത്ര ഉണ്ടെന്നും അറിയില്ല, വീഡിയോ കുറച്ച് ലോങ് ആയി തോന്നുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ, ബൈ ബൈ.